നല്ലൊരു സ്വപ്നം, നല്ലൊരു ഉറക്കമായിരുന്നു. കളഞ്ഞ്. എന്നാലും ആ സുന്ദരിയായ പെണ്ണാരായിരിക്കും? എന്തിനവൾ എൻ്റെ സ്വപ്നത്തെ തന്നെ? ഇനിയിപ്പോ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ എനിക്ക് കിട്ടാനുള്ള പെണ്ണിനെ നേരത്തെ ദൈവം സ്വപ്നത്തെ കാണിച്ചു തന്നതങ്ങനാണോ? എന്തേലും ആവട്ടെ. എന്തായാലും എന്റെ നല്ലൊരു സ്വപ്നവും ഉറക്കവും പോയ സ്ഥിതിക്ക് എഴുന്നേക്കാം. ചീനി, ഒരു ചായ. വരുന്നു ജൂണേട്ടാ. മോൻ എഴുന്നേറ്റോ? ചായ എടുക്കാം. അബി, നിന്റെ ജോബിന്റെ കാര്യമൊക്കെ എവിടം വരെയായി? അത് പിന്നെ അച്ഛാ, 1-2 ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. ഇതാ മോനെ ചായ. എടാ മോനെ, ഇവിടെ നിന്ന് ജോലി ചെയ്യാനാണോ നിന്റെ പ്ലാൻ? അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ? അല്ല മോനെ, ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് പോയാലോ എന്ന് ഞാനും ജീനിയും ചിന്തിച്ചായിരുന്നു. നിന്റെ 10ാം ക്ലാസ്സിലെ പഠിപ്പ് കഴിഞ്ഞ് ഞങ്ങള് കൊറിയയിലേക്ക് വന്നതല്ലേ. അതിനുശേഷം നാട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇടയ്ക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഞാൻ മാത്രമാണല്ലോ പോകാറ്. പിന്നെ ഇവിടുത്തെ ബിസിനസ് നിർത്തലാക്കിയാലും നാട്ടിൽ ബിസിനസ് ഉണ്ടല്ലോ, അത് നോക്കി അവിടെ നിൽക്കാനാണ് ഇനിയുള്ള പ്ലാൻ. നിനക്കെങ്ങനാ? നാട്ടിൽ നിൽക്കാനാണോ അതേ ഇവിടെ തന്നെ അങ്ങ് നിൽക്കാനാണോ ആഗ്രഹം? മോനെ അബി, അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിനക്ക് ഇവിടെ വല്ല റിലേഷനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നീ ഇവിടെയാണ് വളർന്നത്, അതുകൊണ്ടാ ചോദിച്ചേ. നിനക്ക് ഞങ്ങളോടൊപ്പം നാട്ടിൽ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്നാ മതി. ഓഹോ, അപ്പൊ രണ്ടാളും എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ചു വെച്ചേക്കുന്നേ? എന്റെ പൊന്ന് അമ്മ അച്ഛാ, ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് എവിടേക്കാണെന്ന് അറിയാമോ? ഇന്ത്യയിലേക്കാ. അവിടെ നാട്ടിലെ കോളേജിലേക്കാ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്, പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ. പിന്നെ എന്റെ റിലേഷന്റെ കാര്യം, എനിക്കെന്തായാലും ഇവിടെ നിന്നുള്ള റിലേഷനൊന്നും ഇഷ്ടമല്ല. എനിക്ക് നാട്ടിലേതെങ്കിലും നല്ല നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയെ മതി. എനിക്ക് ഇപ്പോഴാണ് സമാധാനായത്. ഞാനും ജൂണിയേട്ടനും നിന്റെ അടുത്ത് എങ്ങനെ പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും എന്റെ അമ്മയ്ക്കും അച്ഛനും സന്തോഷമായല്ലോ. പിന്നെ എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. അമ്മേ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കണേ. എന്റെ ജൂണേട്ടാ, നമ്മൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അവനും നമ്മളെ പോലെ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹം. എന്തായാലും എനിക്ക് സന്തോഷമായി. അമ്മേ, അച്ഛ, ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. എനിക്കിപ്പോ നാട്ടിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരു കോളേജിൽ തന്നെ എനിക്ക് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയച്ച. അപ്പോ ഇനി നീ എന്നാ നാട്ടിലേക്ക് പോകുന്നത്? എന്തായാലും ഞാൻ നാട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം, അവിടെയുള്ള നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കിയിടാൻ. അടുത്ത ആഴ്ചയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഞാനും ചീനിയും 1 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരൂ. ഇവിടുത്തെ ബിസിനസ് ഒക്കെ ഒന്ന് നിർത്തണ്ടേ? മോനെ, നീ പുറത്തേക്ക് പോവുകയില്ലേ? ഒരാഴ്ച കഴിഞ്ഞ് നീ നാട്ടിലേക്ക് പോവില്ലേ? അപ്പോ അവിടത്തേക്കുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഇപ്പോഴേ മേടിച്ചു വെച്ചോളൂ. ശരി അമ്മേ. എന്തായാലും കുറെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുന്നതല്ലേ, ഇവിടൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങിയിട്ടൊക്കെ പോ. വീട്ടിൽ ചെന്നിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അത് എന്റെ സ്വപ്നം, അത് അവളല്ലേ? ഇത്ര പെട്ടെന്ന് എവിടെ പോയത് അവള്? ഇനി എനിക്ക് തോന്നിയതാണോ? ഒന്നും അറിഞ്ഞൂടല്ലോ. അതെ, അവൾ തന്നെയാ. എനിക്ക് എന്റെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, നീ പോയി. ഞാൻ എത്തിയിട്ട് ഇത്രയും നേരമായില്ലേ? അമ്മയൊന്ന് വിളിക്കാം. ഹലോ അമ്മേ. മോനെ, ഹലോ. പറയ്, അവിടെ എങ്ങനെ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നന്നായിട്ടിരിക്കുന്നോ നീ?
ആ അമ്മേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ല. അമ്മേ പിന്നെ അച്ഛൻ എന്തേ? അച്ഛൻ എവിടെ ഇല്ലേ? ആ മോനെ, അച്ഛൻ ഇവിടെ ഉണ്ട്. ഞാൻ അച്ഛന്റെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ. ആ മോനെ അബി, എങ്ങനെയാ അവിടെ സുഖമാണോ? ആ അച്ഛാ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നു. ഇപ്പോ അവിടെ നൈറ്റ് അല്ലേ? എന്തായാലും നീ കിടക്കാൻ നോക്ക്, നാളെ ജോയിൻ ചെയ്യേണ്ടതല്ലേ. അപ്പൊ ശരി. ആ മോനെ, ഗുഡ് നൈറ്റ് കേട്ടോ. ആ ഓക്കെ, ശരി അച്ഛാ അമ്മേ, ലവ് യു, ഗുഡ് നൈറ്റ്. എന്നാലും ഈ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ സത്യമാവും. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ദൈവമേ, അവളെ എനിക്ക് തന്നെ തന്നേക്കണേ. എനിക്കിനി അവളെ വീണ്ടും കാണാൻ പറ്റുമോ? ഞാൻ എവിടെ പോയി അവളെ അന്വേഷിക്കുന്നേ? എന്തു ചെയ്യും? എന്തൊക്കെയായാലും അവള് എനിക്കുള്ളതാണെങ്കിൽ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നിരിക്കും. ഇതേ പിള്ളേരെ, ഇതെന്തോന്ന് ബഹളോ പിള്ളേരെ? ഒന്നുമില്ലെങ്കിലും ഒരു പ്രിൻസിപ്പള് വന്നോന്നെങ്കിലുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ആ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. ഒരാഴ്ചയായിട്ട് നിങ്ങൾ എല്ലാരും കൂടി അടിച്ചു പൊളിക്കുമല്ലേ? പിന്നെ നിങ്ങൾക്ക് പുതിയ ക്ലാസ് ടീച്ചർ വന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. പേര് അഭിനന്ദ്. അപ്പോ ശരി സാർ, എന്തെങ്കിലും സംശയമോ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഓഫീസിലേക്ക് വന്നാൽ മതി. അപ്പൊ ശരി സാർ, സാർ കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. ഓക്കെ സാർ, താങ്ക് യു. അയ്യോ എന്റെ പൊന്നേടി, സാറിനെ കാണാൻ എന്നാ ലുക്കാടി. സ്പാർക്ക് അടിച്ച മോളെ, എന്തായാലും ഞാൻ സാറിനെ വളച്ചിരിക്കും. ഓ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് ആരെ കണ്ടാലാ സ്പാർക്ക് ഇല്ലാത്തത്? ചെന്നേച്ചാലും മതി, സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇന്ന് മിണ്ടാതിരിക്കും. ആ, അപ്പോ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോ അവിടെ തൊട്ട് ഓരോരുത്തരായിട്ട് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളൂ. എനിക്ക് എല്ലാരുടെ പേരൊന്നും ഇപ്പോ ഓർത്തു വെക്കാൻ പറ്റില്ല. പയ്യെ ഞാൻ പഠിച്ചോളാം. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? അല്ല, ഇന്നലെ ഞാൻ കണ്ട ആളായിരിക്കും. ഇതാണ് സാർ. സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ സാർ? എടി തനു, നീ എന്താ താമസിച്ചേ? നിനക്ക് ബസ്സൊന്നും കിട്ടിയില്ലേ? പിന്നെ ഈ ക്ലാസ്സിലെ ലീഡർ ആരാണ്? സാർ, അത് ഞാനാ. ഓ, തനുജയാണോ ലീഡർ? അപ്പോ എനിക്ക് ഞങ്ങളെ ലാംഗ്വേജുകാര് കുറച്ച് അപ്പുറത്തെ ബിൽഡിങ്ങില്ല. ഓ ഇടാ, ഈ കോളേജ് ഏക്കർ കണക്കിന് കിടക്കുന്നതുകൊണ്ട് BA യും BCom ഉം BSc ഒക്കെ
ഓരോ സ്ഥലത്തായിട്ടാ അവര് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മലയാളം ഡിപ്പാർട്ട്മെന്റ് കുറച്ച് അപ്പുറത്തോട്ട് ദൂരെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലാംഗ്വേജ് ആണല്ലോ പഠിപ്പിക്കുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് ഓടി നടന്ന് പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ല. എന്തായാലും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പിന്നെ വരാം. അപ്പോൾ ശരി. ഓക്കെ ശരിടാ. അപ്പോൾ ഞാനും പോകാം. എല്ലാവർക്കും പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തനു, തനിക്ക് മനസ്സിലായോ? ആ യെസ് സാർ, എനിക്ക് മനസ്സിലായി. ഓക്കെ ഗുഡ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. എടി തനു, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഓ അതാണോ? അത് നീ രാവിലെ കുളിക്കാത്തോണ്ടായിരിക്കും. ഓ അതല്ലടി സാറ്, ഒരാഴ്ചയായിട്ട് നിന്നെ മാത്രം നോക്കിയാ പഠിപ്പിക്കുന്നേ. അതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇനി സാറിനങ്ങനെ പിന്നെ വല്ല ഇഷ്ടമാണോ? യു മീൻ അയാൾക്ക് എന്നോട് വല്ല ലൈൻ വേണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? കൊന്നുകളയുന്ന എന്നെ കൊന്നിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. പിന്നെ ഞാനിത് ഉറപ്പിച്ച് അയാൾക്ക് നിന്നെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിന്നെ മാത്രം നോക്കിയെന്ന് പഠിപ്പിക്കുന്നേ? എന്നിട്ടൊരു ചോദ്യം, തനു മനസ്സിലായോ? ഇവിടെ ബാക്കി എത്ര കുട്ടികളുണ്ട്? അവരോട് ആരോടും ചോദിച്ചില്ലല്ലോ. ഓ ഒന്ന് പോടി, മിണ്ടാതിരിക്കെ. അങ്ങനൊന്നും ആയിരിക്കില്ല. സാറ് കാഷ്വലായിട്ട് എന്നെ നോക്കി പഠിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഓരോ ആഴ്ചകളോടും ഇങ്ങനെ അങ്ങേര് കാഷ്വലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ കുറേയായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, അത് തനും ആരവുമില്ലേ? അവര് തമ്മിൽ എങ്ങനെ പരിചയം? ഏയ് അബി, ഇങ്ങോട്ട് വാ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ആരെ വീട്ടില്? സാറിനെ അറിയോ? പിന്നെ അറിഞ്ഞൂടെ, ഇതെന്റെ ഒറ്റ സുഹൃത്ത അഭിനന്ദ്. അല്ല അരവേ, നിനക്ക് തനുവിനെ അറിഞ്ഞൂടെ? എനിക്കറിയാം തനുജി, എന്റെ ക്ലാസ്സിലാ. അപ്പോ ആരെ വീട്ടാ? സാർ ഞാൻ പോവാണേ, ക്ലാസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അമ്മയച്ഛനും സുഖമായിട്ടിരിക്കുന്നു. അവരെന്നാ നാട്ടിലേക്ക് വരുന്നത്? പിന്നെ നീ വാ, നമുക്ക് ക്യാൻറ്റീനിലേക്ക് ഇന്ന് സംസാരിക്കാം. അമ്മയച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നടാ. അവര് ഉടനെ തന്നെ നാട്ടിലേക്ക് വരും. എങ്കിൽ പിന്നെ വാ, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. എടി തനു, നീ ചാടത്തുള്ള എങ്ങോട്ടാ പോകുന്നത്? വയ്യപ്പൊടി, വല്ലയിടത്തും ചെന്ന് തട്ടി വീഴും. പോ മോളെ, ഐ ആം സ്ട്രോങ് ഗേൾ. ഞാൻ അങ്ങനെ ഒന്നും വീഴില്ല. അയ്യോ പൂജി, അയ്യോ സോറി സാർ, ഞാൻ പെട്ടെന്ന് വന്നപ്പോ കണ്ടില്ല. ഇട തനു, തനിക്കൊന്ന് സൂക്ഷിച്ച് നടന്നൂടെ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അധികം നേരം ഇവിടെ നിൽക്കേണ്ട, ചെല്ലി ക്ലാസ്സിൽ പോ. അയ്യോ എന്റെ ദൈവമേ, ഇപ്പൊ ഇവിടെ എന്തോ ഉണ്ടായി. എനിക്ക് എന്തോ പോലെ ആവുന്നു. മോളെ തനു, എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് കിസ് ആയിരിക്കുമല്ലേ? അല്ലടി, ഇതിന്റെ 100ാമത്തെ കിസ്സാ. ഞാനിതിന് മുന്നേ കുറെ പേര് കിസ് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. അയ്യോ സാർ എന്നെ പറ്റി എന്ത് വിചാരിച്ചാണ്? എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കും? എന്തായാലും നീ കിസ് ചെയ്തതല്ല സാറിന് ടെൻഷൻ, നിനക്ക് വല്ലതും പറ്റിയോ എന്നതിലാണ് ടെൻഷൻ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട്. ഇനി നീ മിണ്ടിയ നിന്നെ തല്ലിക്കൊല്ലും. ഞാനൊന്നും മിണ്ടുന്നില്ല. എന്തായാലും ഡ്രാമകളിൽ ഞാൻ ഇങ്ങനത്തെ കിസ്സൊക്കെ കണ്ടിട്ടുള്ളു. ഇതിപ്പോ ലൈവായിട്ടൊരെണ്ണം കാണാൻ പറ്റിയില്ല. ധന്യമായി എന്റെ ജീവിതം.
അയ്യോ, നല്ല മഴ വരുന്നുണ്ടല്ലോ. ബസ്സാണ് വരുന്നതുമില്ല. ഇനി എന്ത് ചെയ്യും? എടാ തനു, താൻ എന്താ ഇവിടെ നിൽക്കുന്നേ? നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. ബസ് ഇതുവരെ വന്നില്ലേ? താൻ വരുവാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് വേണ്ട സാർ, ഞാൻ ബസ്സിൽ പൊക്കോളാം. എടോ, താൻ എത്രയെന്ന് വെച്ചാ ബസ് കാത്തു നിൽക്കുന്നത്? പോരാത്തതിന് നല്ല മഴ. താൻ പേടിക്കണ്ടോ, കേറ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഓക്കെ സാർ. അല്ല തനു, നിന്നെ കാറിൽ കൊണ്ടുവന്ന് വിട്ടതാരാ? ഓ, അതെന്റെ പുതിയ ബോയ് ഫ്രണ്ട് അമ്മേ. നീ എന്താ പറഞ്ഞത്? ബോയ് ഫ്രണ്ടോ? ഓ, എന്റെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അതെന്റെ സാറാ. അതാ എന്റെ പുതിയ ക്ലാസ് ടീച്ചർ. ഓ, സാറായിരുന്നു. എങ്കിൽ നിനക്ക് കൊള്ളാം. പെട്ടെന്ന് കേറിപ്പോ, മഴ നനയാതെ പനി വരും. എന്താ മോളെ ഒരു ബഹളം? ഓ, അതോ അച്ഛാ, എന്റെ സാറാ ഇന്ന് എന്നെ കൊണ്ടുവിട്ടത്. അപ്പൊ അമ്മ ചോദിക്കുന്നു അതാരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാമുകനാണെന്ന്. അതിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ. ഓ, അതാണോ കാര്യം? എന്തായാലും നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി മേടിക്കാതെ വേഗം കയറി പോവാൻ നോക്ക്. എടോ തനു, സാറെവിടെ പോവാ? അതെ തനു, ഈ സാറും കുട്ടിയൊക്കെ കോളേജിൽ പോരെ? നമ്മള് പേഴ്സണലായിട്ട് കാണുമ്പോ അതൊക്കെ വേണം. അത് പിന്നെ സാർ, ഞാൻ പിന്നെ സാറിനെ എന്താ വിളിക്കേണ്ടത്? താൻ എന്റെ പേര് വിളിച്ചോളൂ. അയ്യോ, അത് വേണ്ട സാർ. സാറെന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ, പിന്നെ എന്റെ വയസ്സിന് മൂത്തതല്ലേ. അതുകൊണ്ട് ഞാൻ അഭിയേട്ടാന്ന് വിളിച്ചോട്ടെ. സാറിനെ ആരവേട്ടൻ അഭിന്നല്ലേ വിളിക്കുന്നത്, അപ്പോ ഞാൻ അഭിയേട്ടാന്ന് വിളിക്കാം. അഭിയേട്ടൻ. എന്തായാലും കൊള്ളാം, താൻ അങ്ങനെ എന്നെ വിളിച്ചോളൂ. സാറിനെ പറ്റി തന്നെ ചിന്തിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സാറ് നല്ലൊരാളാ. ഇനിയിപ്പോ പൂജ പറഞ്ഞതുപോലെ സാറിന് എന്നെ ഇഷ്ടായിരിക്കും. നല്ല ഇഷ്ടാണ്. എന്റെ അടുത്ത് പെരുമാറുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തായാലും എന്നെ ഇഷ്ടാണ്. എനിക്കും സാറിനെ ഇഷ്ടാണല്ലോ. ഓഹോ, അപ്പോ സൺഡേ നീയും സാറും അടിച്ചു പൊളിച്ചല്ലേ? എടി, അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്കിയായിരുന്നു. സാറിന് എന്നെ ഇഷ്ടാണോ? ആടി, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. സാറിന് എന്നെ ഇഷ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും അല്ലാടി, വേറൊരു കാര്യമുണ്ട്. വേറൊരു കാര്യം? എന്ത് കാര്യം? എന്താണേലും നീ പറ. എടി, അത് പിന്നെ എനിക്ക് സാറിന് ഇഷ്ടമാണ്.
എടി മോളെ, എടി തനു, നീ എന്തുവാ പറയുന്നേ? നിനക്ക് സാറിന് ഇഷ്ടമാണെന്നും? അയ്യോ, ഇത് പൊളിക്കും. എടി, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. ഹോ, എന്നാലും നിന്റെ മനസ്സെങ്ങനാ മാറിയ? ഇതുവരെ ഒരു ചെറുക്കന്മാരുടെ മുഖത്ത് പോലും നോക്കാത്തവളാ. എന്തായാലും സാറ് നിന്റെ മനസ്സ് കട്ടെടുത്തു. എടി പൂജയെ, സാറിന് ഇനി ഇഷ്ടമായിരിക്കൂ, അതോ ഇനി വല്ല സിസ്റ്ററും എന്നുള്ള രീതിയിലുള്ള ഇഷ്ടമാണെങ്കിലോ? അങ്ങനൊന്നുമല്ലടി, സാറിന് നിന്നെ ഇഷ്ടമാണ്. അത് സിസ്റ്റർ ആണെന്നുള്ള രീതിയിലുള്ള ഇഷ്ടമല്ല. അത് ഞാൻ നോക്കുമ്പോഴൊക്കെ നിന്നെ സാറ് നല്ലപോലെ ഇരുന്ന് വാറ്റുന്നുണ്ട്. അപ്പോ എന്തായാലും സിസ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഇഷ്ടമല്ല. പിന്നെ എന്തായാലും ഇതെവിടം വരെ പോകും എന്ന് നമുക്ക് നോക്കാം. സാറായിട്ട് പറഞ്ഞില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം തുറന്നു പറയണം. എടി പൂജ, ഇതൊക്കെ ശരിയാണോ? സാറ് എന്നെ പഠിപ്പിക്കുന്നതൊക്കെ ഇല്ലേ? ചിലപ്പോ സാറിന് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ഇഷ്ടമൊക്കെ പറഞ്ഞ അത് ശരിയാവോ? നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആകാതെ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ സാറിന്റെ ക്ലാസ്സാ, സാറിനെ കാണണ്ടേ നിനക്ക്? നോക്കടി, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാറും കണക്ക. അപ്പോ ഇന്ന് ഇത്ര മതി, ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ആ തനു, പിന്നെ ഞാനൊരു അസൈൻമെന്റ് തന്നില്ലേ, അത് എല്ലാം കളക്ട് ചെയ്ത് എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവരണം. ആ ഓക്കെ സാർ. ശരിയാ മോളെ, ശരി. എക്സ്ക്യൂസ് മീ സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ കേറി വാടോ. സാർ, ഈ അസൈൻമെന്റ് എവിടെയാ വെക്കേണ്ടത്? ആ ടേബിളിൽ വെച്ചേക്കോ. എടാ തനു, തനിക്ക് ഈ പീരീഡ് ക്ലാസ് ഉണ്ടോ? ഇല്ല സാർ, ഈ പീരീഡ് ഫ്രീ ആണ്. എന്താ സാർ? എടാ താനൊന്ന് സാറ് വിളി നിർത്ത്. ഇപ്പൊ എന്തായാലും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളു. താൻ എന്നെ അബിയേട്ടാന്ന് വിളിച്ചോ. പിന്നെ ഫ്രീ ആണെങ്കിൽ നമുക്കിത് ക്യാൻറ്റീൻ വരെ പോയാലോ? സോറി അബിയേട്ട, ക്യാൻറ്റീനിൽ പോ, ഞാൻ റെഡിയാ. ഓയ് അബിയേട്ട, അയ്യോ സാറി, നിക്ക് ഞാനുണ്ട്. എന്താടോ അബിയേട്ടാന്ന് വിളിച്ച് നിർത്തി കളഞ്ഞത്? അത് പിന്നെ കുട്ടികളെല്ലാരും കേൾക്കില്ലേ, ഞാനാണെങ്കിൽ അറിയാതെ ഉറച്ചു വിളിച്ച്, അതാ. അബിയേട്ട എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. എന്തായാലും അബിയേട്ടൻ അതുവഴിയല്ലേ പോകുന്നത്. അതിനിപ്പോ എന്താ, കേറടോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ തനു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് ആരോടും പ്രണയമൊന്നുമില്ലേ? ഇല്ല ബേട്ട, ഇതുവരെ എനിക്ക് അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. പക്ഷേ ഇനി വേണമെങ്കിൽ ചിലപ്പോ തോന്നിയെന്ന് വരാം. അപ്പോ ആരെയോ കണ്ടുവച്ചിട്ടുണ്ടല്ലോ? അല്ല, കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആളാരാ എന്നോട് പറയില്ലേ താൻ? ആളാരെന്ന് ഇപ്പൊ പറയില്ല. എന്തായാലും ഒരു ക്ലൂ തരാം. ഒരു പ്രൊഫസറാണ്. ഏത് സ്കൂളിലാണ്, ഏത് കോളേജിലാണ്, അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. പ്രൊഫസറാണ്. ആ പ്രൊഫസർ എന്തായാലും ഞാനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാൻ തനു. അപ്പോ ബൈ സാർ, നാളെ കാണാം. ഓക്കെ, ബൈ.